നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി പലവിധ കാരണങ്ങളാൽ വൈകും തോറും അത് സംസ്ഥാനത്തിന്റെ വ്യാപാര സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയും ഒപ്പം തമിഴ്നാട്ടിലെ കുളച്ചൽ പോലുള്ള സമീപ സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങൾക്ക് വ്യാപാര ലോജിസ്റ്റിക് നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പ് പലയിടങ്ങളിൽ നിന്നും ഉയരുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വൈകുന്തോറും അത് സംസ്ഥാനത്തിന് തന്നെ വലിയ തിരിച്ചടിയായി തീരുമെന്നതിൽ സംശയമില്ല. ഈ പദ്ധതി വൈകുന്തോറും അയൽ സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങൾക്ക് നേട്ടമായി മാറുകയുമാണ്. നാളെ നീളെ എന്ന് പറയും വിധം പദ്ധതി നീണ്ടുപോകും തോറും സംസ്ഥാനത്തിന്റെ വ്യാപാര വികസന സ്വപ്നങ്ങൾക്ക് അത് വലിയ മങ്ങലേൽപ്പിക്കുകയാണ്. നിലവിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികളും നഷ്ടപരിഹാര നിർണയവും വൈകുന്നത് പല വികസന പദ്ധതികളുടെ മുന്നോട്ടുപോക്കിനും തടസ്സമായിരിക്കുകയാണ്. നഷ്ടപരിഹാര കണക്കുകൂട്ടലിലെ പിഴവുകളും ഭരണതലത്തിലുള്ള ഏകോപനക്കുറവും കാരണം ഭൂ ഉടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന ആരോപണങ്ങളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഈ പദ്ധതിക്കായി ഭൂമിയും വീടും വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ ഗുരുതര പിഴവുകൾ സംഭവിച്ചതായുള്ള പരാതികൾ ഉയർന്നിരിക്കുകയാണ്. വീടുകളുടെ കാലപ്പഴക്കം തെറ്റായി കണക്കാക്കിയതും ഡാറ്റ എൻട്രിയിൽ വന്ന വീഴ്ചകളും കാരണം ഭൂവുടമകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ പഞ്ചായത്തുകൾ നൽകിയ വീടുകളുടെ ഏജ് സർട്ടിഫിക്കറ്റുകളിലാണ് പ്രധാന പിഴവുകൾ ഉണ്ടായതായുള്ള ആരോപണം ശക്തമായിരിക്കുന്നത്. കെ സ്മാർട്ട് സംവിധാനത്തിലേക്ക് വിവരങ്ങൾ ചേർക്കുന്നതിനിടെ ഡാറ്റ എൻട്രി പിശകുകൾ സംഭവിച്ചതായി പല പഞ്ചായത്ത് അധികൃതരും സമ്മതിക്കുന്നുവെങ്കിലും നഷ്ടപരിഹാര തുക തിരുത്തുന്നതിൽ വ്യക്തമായ നടപടിയില്ല എന്നാണ് ഭൂ ഉടമകൾ പരാതിപ്പെടുന്നത്. വിളപ്പിൽ പഞ്ചായത്തിന്റെ പരിധിയിൽ ഭൂമി വിട്ടു നൽകിയ ഒരാളുടെ കേസിൽ 10 വർഷം പഴക്കമുള്ള വീടിനെ 13 വർഷം പഴക്കമുള്ളതായി രേഖപ്പെടുത്തിയതിലൂടെ 20 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നതാണ് ഒരു പ്രധാന ഉദാഹരണം. ശരിയായ കാലപ്പഴക്കം വ്യക്തമാക്കുന്ന പുതിയ സാക്ഷ്യപത്രം പിന്നീട് സമർപ്പിച്ചെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം തിരുത്തുന്നതിനുള്ള നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. നഷ്ടപരിഹാര നിർണയവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ നൽകിയിട്ട് മാസങ്ങളായിട്ടും പരിഹാരമില്ലെന്നാണ് ഭൂ ഉടമകൾ ആരോപിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനും കൺസൾട്ടൻസി ഏജൻസിക്കുമിടയിൽ ഫയലുകൾ മാറി പോകുന്നതിനാൽ തന്നെ വ്യക്തമായ തീരുമാനം വൈകുന്നതായാണ് പരാതി. നഷ്ടപരിഹാര പുനർനിർണയം വൈകുന്നത് പദ്ധതിയുടെ മുന്നേറ്റത്തെ ബാധിക്കുന്നതായുള്ള ആശങ്കകളും ശക്തമാവുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലെ അനിശ്ചിതത്വം കാരണം നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ്. അതേസമയം ഈ പദ്ധതിയുടെ നടപ്പാക്കൽ വൈകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സമ്പൂർണ്ണ പ്രയോജനത്തിന് തടസ്സമായി തീരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തെ തന്നെ പ്രധാന ഗേറ്റ് വേ പോർട്ടുകളിലൊന്നായി വളരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലോജിസ്റ്റിക് ശേഷി വർദ്ധിപ്പിക്കാൻ നിർണായകമായ റോഡ് ബന്ധമാണ് ഔട്ടർ റിംഗ് റോഡ്. റോഡ് നിർമ്മാണവും അനുബന്ധ സൗകര്യ വികസനവും വൈകുന്ന സാഹചര്യത്തിൽ ചരക്ക് ഗതാഗതം കാര്യക്ഷമമാകാതെ പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതിന്റെ ഫലമായി ദീർഘകാലാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കുളച്ചൽ പോലുള്ള സമീപ സംസ്ഥാനങ്ങളിലെ തുറമുഖങ്ങൾക്ക് വ്യാപാര ലോജിസ്റ്റിക് നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകുമെന്ന് സാമ്പത്തിക തുറമുഖ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വിഴിഞ്ഞം വഴി പ്രതീക്ഷിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകളുടെ വലിയ പങ്ക് സമയബന്ധിത അടിസ്ഥാന സൗകര്യമില്ലെങ്കിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് മാറിപ്പോകാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ തുറമുഖ അടിസ്ഥാനത്തിലുള്ള വരുമാന സാധ്യതകളെയും നിക്ഷേപ ആകർഷണശേഷിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ നഷ്ടപരിഹാര നിർണയത്തിലെ പിഴവുകൾ അടിയന്തരമായി പരിഹരിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കണമെന്നും റിംഗ് റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.